ഹായ് മക്കളെ, ഈ വരുന്ന 21-ാം തീയതിയാണ് നമ്മുടെ 4ാമത്തെ GIB എക്സാം. ആൾറെഡി എല്ലാവരും രജിസ്റ്റർ ചെയ്ത് പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അറിയാം. വൈകിട്ട് 2 മണി മുതൽ 5 മണി വരെയാണ് പരീക്ഷ. ഒരു നീറ്റ് എക്സാമിൻ്റെ അതേ ആംബിയൻസിൽ നമ്മൾ 4ാമത്തെ പരീക്ഷ എഴുതാൻ പോവാണ്. അപ്പോൾ ഈ വരുന്ന GIBയുടെ കെമിസ്ട്രി പോർഷൻസ് ആണ് ഞാൻ പറയുന്നത്. കെമിസ്ട്രിയിൽ നമുക്ക് സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി ഉണ്ട്. സ്ട്രക്ചർ ഓഫ് ആറ്റം, സൊല്യൂഷൻസ്, കെമിക്കൽ കൈനറ്റിക്സ്, റിഡോക്സ് റിയാക്ഷൻസ്, ഇലക്ട്രോ കെമിസ്ട്രി, തെർമോഡൈനാമിക്സ്, ഇക്വിലിബ്രിയം, അതുപോലെ തന്നെ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ. പിന്നെ നമ്മൾ ഓർഗാനിക്കിന്റെ ചാപ്റ്ററുകൾ കൂടി ഇത്തവണത്തെ GIBക്ക് ഉണ്ട്, നിങ്ങൾക്ക് അറിയാം. നോമൻക്ലേച്ചർ ഉണ്ട്, പ്യൂരിഫിക്കേഷൻ, ഐസോമെറിസം, GOC1, GOC2, ഹൈഡ്രോ കാർബൺസ്, ഹാലോ ആൽക്കെൻസ് ആൻഡ് ഹാലോ അരീൻസ്, ആൽക്കഹോൾ ഫീനോൾസ് ആൻഡ് ഈതേഴ്സ്, ആൻഡ് പിന്നെ നമ്മുടെ സ്വന്തം ആൽഡിഹൈഡ് കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്സ്. ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് ഈ വരുന്ന GIBക്ക് കെമിസ്ട്രിയിൽ നിന്നുണ്ടാവുക. അപ്പോൾ അടിപൊളിയായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് പോകണം. ഇതുവരെയായിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ QR കോഡ് സ്കാൻ ചെയ്യുക, ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. GIB എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതേ ആംബിയൻസിൽ എഴുതുന്ന ഒരു മോക്ക് എക്സാം ആണ്. സോ ഗംഭീരമായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻസ്. ഓൾ ദി ബെസ്റ്റ്.